എൻ്റെ ശ്രീകുട്ടി എത്ര നേരായി നിന്നെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു. മനഃപൂർവ്വം അല്ലല്ലോ സിദ്ധു, ഇവരുടെ കണ്ണു വെട്ടിച്ച് ഇങ്ങെത്തണ്ടേ? അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞതും ചിരിയോടെ അവൻ അവളിൽ വലയം തീർത്തു. ഞാൻ ഇനിയെങ്കിലും വീട്ടിൽ വന്ന് ചോദിക്കട്ടെ ശ്രീ? വേണ്ട സിദ്ധു, ചിലപ്പോൾ ആർക്കും ഇഷ്ടമായിന്ന് വരില്ല. നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ലടാ. ചിലപ്പോൾ അവർ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാലോ? ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും. കാശില്ലെന്നേ ഉള്ളൂ, അഭിമാനവും സ്നേഹവും വേണ്ടോളുണ്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും. വേണേൽ നീ ചെന്ന് നിന്റെ ഏട്ടനോട് ചോദിച്ചു നോക്ക്. കള്ളച്ചിരിയോടെ മീശ പിരിച്ച് അവൻ പറഞ്ഞതും അവരുടെ നെഞ്ചിൽ ശക്തിക്ക് ഒന്ന് കുത്തി അവൾ. ഓഹ്, എന്താടി പോത്തെ കുന്തം, ഒറ്റ ചവിട്ടങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റിയതും പോരാ, എന്നിട്ട് അവിടുത്തെ തമ്പുരാട്ടിയെ കയറി പ്രേമിച്ചിരിക്കുന്നു. എന്തും ഏട്ടൻ സഹിക്കും, വിശ്വാസവഞ്ചന ഉണ്ടല്ലോ. ഹോ, നീ ആലോചിക്കാൻ കൂടെ പേടിയാവുന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു. ശരി, അതൊക്കെ പോട്ടെ. അല്ല, നീ ആരെയാ തമ്പുരാട്ടി എന്ന് ഉദ്ദേശിച്ചത്? നിന്നെയാണോ? എന്നാ അതങ്ങ് തിരുത്തിയേക്ക്, അവിടെ വേലക്കാരി എന്ന് ചേർത്തേക്ക്, അതാ കൂടുതൽ ചേരുന്നത്. ചിരി അടക്കിക്കൊണ്ടവൻ പറഞ്ഞതും ശ്രീ അവനെ നുള്ളാനും പിച്ചാനും തുടങ്ങി. ചിരിയോടെ അവൻ എതിർക്കാൻ നോക്കിയെങ്കിലും കൂടുതലായി അവൾ കുറുമ്പ് കാണിച്ചതേ ഉള്ളൂ. കുറേ നേരത്തെ അടിക്കും പിടച്ചിലിന് ശേഷം അവൾ അവൻ്റെ നെഞ്ചോട് മുഖമാർത്തിയിരുന്നു. ചിരിയോടെ അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അവളുടെ വിരിനെറ്റിയിൽ ചുണ്ടിയുയർത്തു. ശ്രീ! പുറകിൽ നിന്നും ഹരിയുടെ അലർച്ച കേട്ടതും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ഇരുവവും വിട്ടുനിന്ന് പിറകിലേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് തിളച്ചു മറിയുന്ന ഹരിയെയും അവന് പുറകിൽ എന്തെന്ന നിലക്ക് ദയനീയമായ ശ്രീയെ നോക്കി നഖം കടിച്ചു നിൽക്കുന്ന വൈശുവിനെ കണ്ടതും രണ്ടുപേരും തലതാഴ്ത്തി നിന്നതേ ഉള്ളൂ. ഹരി ശ്രീക്കരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അടക്കി ഒരടി കൊടുത്തു. കണ്ണു നിറച്ച് അവനെ അവൾ നോക്കിയതും അപ്പോഴും ആ കണ്ണിൽ ദേഷ്യം മാത്രമായിരുന്നു. ഓഹോ, അപ്പോൾ ഇതായിരുന്നല്ലേ നിങ്ങളുടെ ഉദ്ദേശം? കൂടെ നിന്ന് ചതിക്കായിരുന്നില്ലേ? സിദ്ധിൻ്റെ കൊക്കിനെ പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചതും നിസ്സഹായാവസ്ഥയോടെ നിൽക്കാനേ അവനായുള്ളൂ. അല്ലെങ്കിലും എല്ലാവരും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ദേ ഇപ്പോൾ നീയും. നെറ്റിയിൽ കൈവച്ചൊഴിഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞെന്ന് പറയതും തലയും താഴ്ത്തി ശ്രീ കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. ദയനീയമായി സിദ്ധു അവൻ്റെ തോളിൽ തട്ടി എന്തോ പറയാൻ തുനിഞ്ഞതും തോളിൽ വെച്ച കൈ ആഞ്ഞു തട്ടിക്കൊണ്ട് അവൻ രണ്ടുപേരെയും തുറിച്ചു നോക്കി. സിദ്ധുവിൻ്റെ കൈ ശ്രീയുടെ കയ്യിൽ വിടാതെ പിടിമുറുക്കിയിരുന്നു. ഹരി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കടാ. ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇവളാ പറഞ്ഞത് വേണ്ടാന്ന്. പിന്നെ സ്നേഹിച്ചു പോയടാ, വിട്ടുകളയാൻ വയ്യ. യാചനയോട് സിദ്ധു പറഞ്ഞതും വിസ്ഫോടനം കണക്കി പൊട്ടിത്തെറിച്ചു പോയി ഹരി. മിണ്ടിപ്പോവരുത്, മറക്കാൻ കഴിയില്ല. എന്നല്ല, മറക്കണം, മനസ്സിലായോ? ഒന്നും മിണ്ടാതെ രണ്ടുപേരും തലതാഴ്ത്തി നിന്നതേ ഉള്ളൂ. സിദ്ധുവിൻ്റെ കണ്ണിലും കണ്ണീർ ഉരുണ്ടു കയറിയിരുന്നു. വൈശുവിൻ്റെ മുഖത്തും നന്നായി വിഷമമുണ്ടായിരുന്നു. അവളും യാചനയോടെ ഹരിയെ നോക്കിയതും ദേഷ്യം മാത്രമായിരുന്നു ആ മുഖത്ത്. അടക്കി പിടിച്ചുകൊണ്ടുള്ള ചിരി കേട്ടപ്പോഴാണ് സിദ്ധുവും ശ്രീയും വൈശുവും ഹരിയെ നോക്കിയത്. അവർ നോക്കിയതും അത്രയും നേരം അടക്കി പിടിച്ച ചിരി പൊട്ടിച്ചിരിയായി പുറത്തേക്ക് വന്നു. അയ്യോ, എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം? നിനക്കറിയായിരുന്നു രണ്ടും കൂടെ ആരും കാണാതെ പ്രണയിക്കുന്നത്. ചിരിയോടെ അവൻ പറഞ്ഞതും അത്ഭുതമായിരുന്നു എല്ലാ മുഖത്തും. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലെങ്കിലും ഇവളെ നീയെ കെട്ടു. അത് ഞാൻ പണ്ടേ കുറിച്ചു വെച്ചതാ. കുറേ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലടാ, നല്ല മനസ്സ് വേണം. അത് നിനക്ക് വേണ്ടുവോളം ഉണ്ട്. നീ തന്നെയാ എൻ്റെ ശ്രീകുട്ടിക്ക് ചേർന്നവൻ. ഒരു കൈ കൊണ്ട് ശ്രീയെയും മറു കൈയാൽ സിദ്ധുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓ എൻ്റെ ദേവി, എനിക്കിപ്പോഴാ സമാധാനമായത്. ഇനി ഒളിഞ്ഞിരുന്നേ ഇങ്ങനെ സല്ലപിക്കേണ്ടല്ലോ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശ്രീ പറഞ്ഞതും അവളുടെ ചെവി പിടിച്ച് കിഴുക്കി ഹരി. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ പെണ്ണെ, മര്യാദയ്ക്ക് വീട്ടിലേക്ക് നടന്നു. ഇനി എങ്ങാനും കല്യാണം കഴിയാതെ രണ്ടും കൂടി മാറും കാണാതെ കണ്ടുമുട്ടിയാലുണ്ടല്ലോ മുട്ടുംകാല് തല്ലിയൊടുക്കി ഞാൻ. ശ്വാസനോടെ അവൻ പറഞ്ഞതും വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുകയായിരുന്നു ശ്രീ. ചിരിയുടെ കൈ മാറി പിണച്ചു കെട്ടി സിദ്ധു രണ്ടുപേരെയും നോക്കിയിരുന്നു. വൈശുവിൻ്റെ കണ്ണിലാണെങ്കിൽ അത്ഭുതമായിരുന്നു. ഓരോ നിമിഷം കൂടുന്തോറും ഹരിനാരായണം എന്ന വ്യക്തിയെ കൂടുതൽ അറിയുകയായിരുന്നു അവൾ. പ്രണയമെന്ന വികാരത്തിനപ്പുറം മറ്റെന്തോ ഏറെ പ്രണയത്തേക്കാൾ ഏറെ വലുതായ ഒരു വികാരമാണ് അവൾക്ക് അവനോട് തോന്നിയത്. ആ നേർമിഴികൾ കൂടുതൽ ശോഭയോടെ ഒന്ന് തിളങ്ങി. എന്നാൽ രണ്ടും കൂടെ അങ്ങോട്ട് നടക്ക്, ഞാൻ എൻ്റെ അളിയനോട് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞേച്ചു വരാം. വൈശിനോടും ശ്രീയോടും പറഞ്ഞുകൊണ്ട് ഹരി സിദ്ധുവിന് നേരെ തിരിഞ്ഞു. ചിരിയോടെ പടവുകൾ കയറി രണ്ടുപേരും പോയതും സിദ്ധുവിൻ്റെ നടുപ്പുറം കടപ്പുറമാക്കി ഹരി. അവസാനം രണ്ടും കൂടെ തോളിൽ കൈയിട്ട് പുറത്തേക്കിറങ്ങിയതും ക്ഷേത്ര പരിസരത്തുള്ള ഒരു കൊച്ചു കടയിൽ നിന്ന് ശ്രീയും വൈശുവും. എന്നാൽ നീ ചെല്ലടാ, ഇനിയിപ്പോൾ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ട. ഞാൻ വീട്ടിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യം. വൈകാതെ നമുക്ക് കല്യാണം നടത്താം.
സിദ്ധുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഹരി പറഞ്ഞതും മുന്നോട്ടാഞ്ഞ് അവനെ ഇറുകി പുണർന്നു അവൻ. ഇതിലുണ്ടായിരുന്നു അവന് ഹരിയോടുള്ള നന്ദിയും കടപ്പാടുമെല്ലാം. എന്താ രണ്ടിനെ ഇവിടെ പണി? ഞങ്ങൾ ചുമ്മാ കയറിയത് ഏട്ടാ. അല്ല, സിദ്ധു പോയോ? പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചതും ഹരി അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഒന്ന് എളിച്ചു കാണിച്ചുകൊണ്ട് അവൾ ഓരോന്നും നോക്കാൻ തുടങ്ങി. കടയിൽ നിരത്തി വെച്ചിരിക്കുന്ന കാപ്പി കുപ്പിവളകളിലായിരുന്നു വൈശുവിൻ്റെ കണ്ണ്. അവയിൽ നിന്നൊന്ന് തലോടിക്കൊണ്ടവൾ ബാക്കിയുള്ളത് നോക്കാൻ തുടങ്ങിയതും വയറിൽ ഹരി ഒന്ന് പിച്ചി. കണ്ണു കുറിപ്പിച്ച് അവൾ അവനെ നോക്കിയതും മീശ പിരിച്ച് സൈറ്റടിച്ചു കൊടുത്തു അവൻ. കള്ളക്കണ്ണൻ. കുറുമ്പോടെ അവൾ അവനെ നോക്കി പിറുപിറുത്തതും ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല കണ്ട് അവൻ അവളുടെ മുക്കുത്തിൽ ചുണ്ടമർത്തി. ഞെട്ടിക്കൊണ്ട് കണ്ണു വിടർത്തി വൈശു അവനെ നോക്കിയതും വീണ്ടും സൈറ്റടിച്ചു കൊടുത്തവൻ. ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ടവൾ ആരും തങ്ങളെ നോക്കില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ അവനെ ദേഷ്യത്തോടെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മുഖം തിരിച്ച് അവിടെയുള്ള ഓരോന്നിലും ശ്രദ്ധ തിരിച്ചു. ചിരിയോടെ അവൾ അവളെ നോക്കിയതും ഒരു ജോഡി കുപ്പിവളകൾ കയ്യിലെടുത്ത് അവളുടെ തൂവെള്ള കയ്യിലിട്ട് കൊടുത്തു. വല്ലാത്ത ചേലായിരുന്നു ആ പെണ്ണിൻ്റെ കൈ കാണാൻ. അവിടെ അവൻ്റെ കൈകൾ മുദ്ര ചാർത്തിയതും നാണത്താൽ അവളുടെ മിഴികൾ ഭൂമിയിൽ ദൃഷ്ടി പായിച്ചു. ഓ എൻ്റെ ദൈവേ, ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും രണ്ടും കൂടെ പരിസരം മറന്ന് റൊമാൻസിക്കാൻ തുടങ്ങി. ഇതിനൊക്കെയല്ലേ ഏട്ടാ ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ ഒരു മുറി നിങ്ങൾക്ക് തന്നത്? ഏയ് മോശം മോശം, ഞാൻ ഇതൊക്കെ കണ്ട് എവിടെ എത്തുമോ എന്തോ. അങ്ങോട്ട് വന്ന ശ്രീ രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും വൈശു ഒരു ഇളി പാസ്സാക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഡി കുട്ടിത്തേവാങ്ങെ, നിന്നെ ഞാൻ പാഷാണത്തിൽ കൃമി, നടക്കങ്ങോട്ട് കുരിപ്പേ. ദേഷ്യത്തിൽ അവൻ പറഞ്ഞതും അവനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ശ്രീ വൈശുവിൻ്റെ അടുത്തേക്ക് ഓടി. അവർക്ക് പിറകെ കടയിൽ പൈസ കൊടുത്തുകൊണ്ട് ഹരി നടന്നു. രുദ്രേട്ട, പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു ആക്സിഡൻറ്റ്, അതോടെ തീർക്കണം ആ വൈശാലിയെ. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരു കരടായി അവൾ വരരുത്. മറ്റൊന്ന് നോക്കിക്കൊണ്ട് പകയെരിയുന്ന കണ്ണുകളോടെ ചാരു പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന പൊന്നഴിച്ചു. അവൾ കഴുത്തിലെ മാല അഴിക്കുമ്പോൾ ധാവണിക്കിടയിലുള്ള തെളിഞ്ഞു കാണുന്ന വയറിലും മാറിലും കൊതിയോടെ നോക്കുകയായിരുന്നു രുദ്രൻ. ദാ ഇത് വെച്ചോളൂ തൽക്കാലം, ബാക്കി പണം കാര്യം തീർന്നിട്ട് ഞാൻ തരാം. മാല അവൻ്റെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് ചാരു പറഞ്ഞതും ഗൂഢമായ ചിരിയോടെ അവൻ സമ്മതിച്ചു. ശരി, എന്നാൽ ഞാൻ പോവാം. യാത്ര പറഞ്ഞുകൊണ്ടവൾ പാടവരമ്പിലൂടെ ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. അവൾ പോകുന്നത് കൺവെട്ടത്തിൽ നിന്നും മറയുന്നത് വരെ നോക്കിക്കൊണ്ടവൻ കയ്യിലിരുന്ന മാല മുകളിലേക്ക് എറിഞ്ഞ് കയ്യിൽ പിടിച്ചു. അവളെയല്ല, അവനെയാ തീർക്കേണ്ടത്, ആ ഹരിനാരായണനെ. ആ വൈശാലി എനിക്കുള്ളതാ. കൊതിച്ചു പോയി ഞാൻ അവളെ. മതിയാവോളം അവളെ രുചിച്ച് പിച്ച് ചീന്തണം. അത് കഴിഞ്ഞ് നിന്നെയും. ഇതെല്ലാം കണ്ട് ചങ്കി പിടിഞ്ഞ് മരിക്കണം അവൻ, ആ ഹരി. നീര് വെച്ച കല്ലിച്ച വടിവയറിൽ തഴവിക്കൊണ്ടവൻ അന്നത്തെ രാത്രിയെക്കുറിച്ച് ഓർത്തു. കൊന്നു തള്ളും നായിൻ്റെ മോനെ നിന്നെ ഞാൻ. ഇനിയെങ്ങാനും ഹരിയുടെ പെണ്ണിൻ്റെ മേലിൽ നിന്റെ കണ്ണോ ഈ പുഴുത്ത നാവോ ചലിച്ചാ അറിയാലോ എന്നെ. വൈശാലി ഈ ഹരിനാരായണൻ്റെ പെണ്ണ. വേറൊരാളും അവളെ നോവിക്കുന്നതോ നോക്കുന്നതോ എനിക്കിഷ്ടമല്ല. ഇന്നത്തെ പോലെ എങ്ങാനും നീ ഇനി അവളെ പുറകെ നടന്ന. പറഞ്ഞു കഴിഞ്ഞതും മുട്ടുകാൽ മടക്കി ആഞ്ഞൊരു തൊഴിയായിരുന്നു. ഹരി അവൻ്റെ അടിവയറ് നോക്കി. പിറ്റേന്ന് താലി ചാർത്തി നാട്ടുകാരുടെ മുന്നിലൂടെ അവളുടെ തോളിലും കൈയിട്ട് നടക്കുമ്പോഴും അണയാത്ത തീക്കനൽ പോലെ രുദ്രൻ്റെ ഉള്ളിലെ പകയും അണയാതെ കിടന്നു. തനിക്കും ഒരു അവസരം വീണുകിട്ടുമെന്ന് കരുതി അവൻ പാത്തും പതുകിയും വൈശാലിക്ക് പിറകിൽ കഴുകൻ കണ്ണുമായി ഉണ്ടായിരുന്നു. ഇന്ന് അവസരം ഒത്തുവന്നിരിക്കുകയാണ്. ഇനി ഈ രുദ്രൻ്റെ നാളുകളാണ്. ഒരു വെടിക്ക് 3 പക്ഷി. പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ടവൻ വരാൻ പോകുന്ന നാളുകൾ ഓർത്ത് സംതൃപ്തിയടഞ്ഞു. ശ്രീക്കൊരു കല്യാണം വന്നിട്ടുണ്ട്. പയ്യൻ വേറാരുമല്ല, സിദ്ധുവാണ്. പതിവ് പോലെ രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് സെറ്റിലിരുന്ന് സംസാരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പോഴാണ് മുകളിൽ നിന്നും ഇറങ്ങി വന്ന ഹരി പറഞ്ഞത്. എല്ലാവരും അവരെ നോക്കിയതും മറ്റെങ്ങോ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, ഉടനെ തന്നെ കല്യാണം നടത്താം. പഠിത്തം ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇനി ജോലിക്ക് പോകണമെങ്കിൽ അവിടുന്ന് പോവാലോ. അതിന് ശ്രീക്ക് സമ്മതാണോ? മുത്തച്ഛൻ ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞതാ. അവൾക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെ സിദ്ധുവിനെക്കുറിച്ച് അറിയാലോ. നമുക്ക് ഇവൾക്ക് അവനേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടില്ലായിരിക്കും ഇനി. പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കൗസല്യയിൽ തങ്ങി നിന്നു. താൻ ഇതുവരെ ഈ മുഖമൊന്ന് കാണാൻ ശ്രമിച്ചില്ലല്ലോ. സ്ത്രീത്വം തുളുമ്പുന്ന അവരുടെ മുഖം കണ്ടതും വേദനയോടെ അവൻ്റെ ഉള്ളം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. കൗസല്യ അവനെ നോക്കി ഒന്ന് ചിരിച്ചതും വെളിവ് വന്ന പോലെ മുഖം തിരിച്ചു കൊണ്ടവൻ മുകളിലേക്ക് കയറി. പിന്നീട് അവിടെ ശ്രീയെയും സിദ്ധുവിനെയും കുറിച്ചായിരുന്നു സംസാരം. സിദ്ധുവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ തറവാട്ടുകാർക്കൊന്നും യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ അടുത്ത മാസം നല്ലൊരു ദിവസം ജോത്സ്യരെ കണ്ട് കുറിപ്പിച്ച് ഇവളെ സിദ്ധുവിനെ ഏൽപ്പിക്കാം. ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞതും നാണം കൊണ്ട് അവളുടെ മുഖം താണുപോയി.